ഉദാഹരണം സദൃശവാക്യങ്ങൾ 13-24 വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത്. നല്ല അടി കൊടുക്കേണ്ട സ്ഥാനത്ത് മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കണം, അടി കൊടുക്കണം. അധ്യാപകർക്ക് അവരെ ശിക്ഷിക്കുവാനും അവരെ ഉപദേശിക്കുവാനും അവകാശമുണ്ട്. മാതാപിതാക്കൾക്ക് അവരെ ശിക്ഷിക്കുവാനും ഉപദേശിക്കുവാനും അവകാശമുണ്ട്. അത് ഇല്ലാതിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ വളരെ അപജയങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. യൗവനക്കാർ വഴിതെറ്റിപ്പോകുന്നു. പഴയ കാലങ്ങളിലെ അപേക്ഷിച്ച് യൗവനക്കാർ തൻ്റെ ഇഷ്ടപ്രകാരം നടക്കുകയും ലോകത്തിന് അപവാദം വരുത്തുകയും ഒക്കെയും ചെയ്യുമ്പോൾ, സമൂഹത്തിന് ദോഷമായി അവരെ ഭവിക്കുമ്പോൾ, വടിയെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ ഒരിക്കലും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നില്ല എന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിച്ച് വളർത്തുന്നുവെന്ന് ഓർപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഉപദേശവും ശിക്ഷയും നൽകി വളർത്തണമെന്ന് ദൈവം ഓർപ്പിക്കുന്നു. നല്ല സമൂഹം, ആരോഗ്യമുള്ള സമൂഹം, ദൈവഭക്തിയുള്ള സമൂഹം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ ശിക്ഷ നൽകേണ്ടിടത്ത്, ഉപദേശം നൽകേണ്ടിടത്ത് നിങ്ങളത് നൽകണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മക്കൾക്ക് ഉപദേശം നൽകുവാൻ നിൻ്റെ മാതാപിതാക്കളെ ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.